ഇങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കാത്ത കുടുംബാംഗങ്ങളെ ദൈവം രഹസ്യമായി നീക്കം ചെയ്യുന്നത്. ജീവിതത്തിൽ ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുന്നത് അപരിചിതരിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ രക്തം പങ്കിടുന്ന ആളുകളിൽ നിന്നാണ്. അതൊരു വിചിത്രമായ തരം വേദനയാണ്. നിങ്ങൾ അവഗണിക്കാനോ ന്യായീകരിക്കാനോ പ്രാർത്ഥിക്കാനോ ശ്രമിക്കുന്ന ഒന്ന്. കാരണം അത് സമ്മതിക്കുന്നത് നിങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകളെ തന്നെ വഞ്ചിക്കുന്നതായി തോന്നുന്നു. അവർ മാറുമെന്ന് നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. അവർ അത് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുടുംബം എന്ന വാക്ക് നിങ്ങൾ നേരിടാൻ ആഗ്രഹിക്കാത്ത ഒരു ഭാരം വഹിക്കുന്നതിനാൽ നിങ്ങൾ ആ വേദന അങ്ങ് വിഴുങ്ങുന്നു. എന്നാൽ നിങ്ങൾ ഉറക്കെ പറയാൻ വിസമ്മതിക്കുന്ന കാര്യങ്ങൾ ദൈവം കാണുന്നു. നല്ല ഉദ്ദേശങ്ങളിൽ പൊതിഞ്ഞ നിശബ്ദമായ അനാദരവ്, സൂക്ഷ്മമായ അസൂയ, കൃത്രിമത്വം എന്നിവ അവൻ കാണുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കാത്തപ്പോൾ ദൈവം നിശബ്ദത പാലിക്കുന്നില്ല. നിങ്ങൾ അനുഭവിക്കുന്നത് യാദൃച്ഛികമല്ല, അത് നിങ്ങളുടെ ഭാവനയല്ല, അത് നിങ്ങളുടെ തെറ്റല്ല. തിരുവെഴുത്തുകളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കടന്നുവന്ന് അവർക്ക് അനുകൂലമായി നടിക്കുന്നവരെയും യഥാർത്ഥത്തിൽ അവർക്ക് എതിരായവരെയും നീക്കം ചെയ്യുന്ന ഒരു മാതൃകയുണ്ട്. ദൈവം പ്രവർത്തികൾ വെളിപ്പെടുത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഹൃദയങ്ങളെ തുറന്നു കാട്ടുന്നു. ചിലപ്പോൾ അവനത് സൗമ്യമായി ചെയ്യുന്നു, മറ്റു ചിലപ്പോൾ അവനത് വേദനാജനകമായി ചെയ്യുന്നു. എന്നാൽ ഓരോ തവണയും അവനത് ചെയ്യുന്നത് നിങ്ങളുടെ സംരക്ഷണത്തിനും നിങ്ങളുടെ ഉദ്ദേശത്തിനും നിങ്ങളുടെ വിളിക്കും വേണ്ടിയാണ്. പല വിശ്വാസികളും അംഗീകരിക്കാൻ പാടുപെടുന്ന ഒരു സത്യമുണ്ട്. ദൈവം നിങ്ങളെ ചില കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെടുത്തും. തെറ്റായ ആളുകൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ സമാധാനത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയിലേക്കും നിങ്ങളുടെ ഭാവിയിലേക്കും പ്രവേശനം ലഭിക്കുമ്പോൾ ദൈവം ഉടൻ ഇടപെടുന്നു. നിങ്ങളുടെ വിധി സുരക്ഷിതമാക്കാൻ അവൻ നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ ശല്യപ്പെടുത്തും. നിങ്ങൾ അടയ്ക്കാൻ ഭയപ്പെട്ട വാതിലുകൾ അവൻ അടയ്ക്കും. നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്ന ബന്ധങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ അകറ്റും. അവൻ അത് സ്നേഹത്തിൽ നിന്ന് ചെയ്യും. ഈ സന്ദേശം അകന്നുപോയതിൽ കുറ്റബോധം തോന്നുന്ന, പെട്ടെന്നുള്ള അകലം മൂലം ആശയക്കുഴപ്പത്തിലായ, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യത്തിൽ ഹൃദയം തകർന്ന വ്യക്തിക്കുള്ളതാണ്. നിങ്ങൾക്ക് കുടുംബം നഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ദൈവം സ്നേഹം നീക്കം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒടുവിൽ യഥാർത്ഥ കാര്യം അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ അവൻ അതിൻ്റെ അനുകരണം നീക്കം ചെയ്യുന്നു. നിങ്ങളുടെ പുറകിൽ നടക്കുന്ന സംഭാഷണങ്ങൾ ദൈവം കണ്ടിട്ടുണ്ട്. പുഞ്ചിരികൾക്ക് പിന്നിലെ ഉദ്ദേശങ്ങൾ അവൻ കണ്ടു. മതി എന്ന് അവൻ തീരുമാനിച്ചു. ദൈവം ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിലനിന്നിരുന്ന കുടുംബാംഗങ്ങളെ എങ്ങനെ, എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നുവെന്ന് ഇന്നത്തെ സന്ദേശം കൃത്യമായി കാണിച്ചു തരും. നമ്പർ 1, ആത്മീയ വിവേചനത്തിലൂടെ ദൈവം മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളെ തുറന്നുകാട്ടുന്നു. ദൈവവുമായുള്ള നിങ്ങളുടെ നടത്തത്തിൽ നിങ്ങളെ ഇനി അന്ധരാക്കാൻ അവൻ വിസമ്മതിക്കുമ്പോൾ ഒരു ഘട്ടം വരുന്നു. നിങ്ങൾക്ക് അടയാളങ്ങളെ അവഗണിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സഹജ അവബോധം നിശബ്ദമാക്കാം. എന്നാൽ നിങ്ങൾക്ക് കുലുക്കാൻ കഴിയാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ വലിച്ചെടുക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാത്തത് അവനറിയാമെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് കാണാമെന്നും ഉള്ളതിനാൽ ദൈവം മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളെ തുറന്നുകാട്ടുന്നു. കുടുംബത്തിന് തമാശകൾക്ക് പിന്നിൽ അസൂയയും, ഉപദേശത്തിന് പിന്നിൽ കൃത്രിമത്വവും, നിശബ്ദതയ്ക്ക് പിന്നിൽ നീരസവും മറയ്ക്കുവാൻ കഴിയും. എന്നാൽ ദൈവം അതിലൊന്നും വഞ്ചിതനാകുന്നില്ല. അവൻ എല്ലാ ചിന്തകളെയും അറിയുന്നു. അവൻ എല്ലാ മന്ത്രിപ്പും കേൾക്കുന്നു. നിങ്ങളുടെ കാതുകളിൽ എത്താത്ത എല്ലാ ഉദ്ദേശങ്ങളെയും അവൻ കാണുന്നു. ആത്മീയ വിവേചനം ഉച്ചത്തിലുള്ള ഒരു പ്രഖ്യാപനത്തോടെയല്ല വരുന്നത്. അത് പലപ്പോഴും നിശബ്ദമായി ആരംഭിക്കുന്നു. അല്പം മൂർച്ചയുള്ളതായി തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. മുമ്പ് ഇല്ലാതിരുന്ന പിരിമുറുക്കം നിങ്ങൾ അനുഭവിക്കുന്നു. ചില ആളുകളുമായി സമയം ചെലവഴിച്ചതിന് ശേഷം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ പാറ്റേണുകൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം ആ പെരുമാറ്റങ്ങളെ ഇരുട്ടിനെ തുറന്നു കാട്ടുന്ന ഒരു വെളിച്ചം പോലെ എടുത്തു കാണിക്കുന്നു. അതാണ് സത്യം വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ ആളുകളെ അനുവദിക്കുന്നതിന് മുമ്പ് ദൈവം അവരുടെ ഹൃദയങ്ങളെ വെളിപ്പെടുത്തുന്നുവെന്ന് ബൈബിൾ ആവർത്തിച്ചു കാണിക്കുന്നു. ഗോലിയാത്തിനെ നേരിടുന്നതിന് വളരെ മുമ്പ് തന്നെ ദാവീദിന് തന്നെ നിന്ദിച്ച സഹോദരന്മാരുണ്ടായിരുന്നു. സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ വെറുത്ത സഹോദരന്മാരുണ്ടായിരുന്നു യോസേഫിന്. യേശുവിന് തന്നെ വിശ്വസിക്കാത്ത ബന്ധുക്കൾ ഉണ്ടായിരുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവരുടെ അടുത്ത ആളുകളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ഇരുട്ടിൽ തുടരാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. ദൈവം ഹൃദയങ്ങളെ തുറന്നു കാട്ടാൻ തുടങ്ങുമ്പോൾ അത് വളരെ അപൂർവമായി മാത്രമേ സുഖകരമാകൂ. ദൈവം നിങ്ങൾക്ക് കാണിക്കുന്നത് ശ്രദ്ധിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയേക്കാം. നിങ്ങൾ സ്വയം സംശയിക്കുകയും നിങ്ങൾ അമിതമായി പ്രതികരിക്കുകയാണെന്ന് കരുതുകയും ചെയ്തേക്കാം. എന്നാൽ വിവേചനം സംശയമല്ല, അത് ആത്മീയ സംരക്ഷണമാണ്. അത് ദൈവം മന്ത്രിക്കുന്നതാണ്. ശ്രദ്ധിക്കൂ, അവരുടെ വാക്കുകൾ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നു, പക്ഷെ അവരുടെ ഹൃദയം അങ്ങനെ ചെയ്യുന്നില്ല. രഹസ്യമായി നിങ്ങളെ സ്നേഹിക്കാത്തവരെ നീക്കം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രക്രിയയിലെ ആദ്യപടിയാണ് ഈ തുറന്നുകാട്ടൽ. അവൻ നിങ്ങളെ അകറ്റുന്നതിന് മുമ്പ് എന്തുകൊണ്ടെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. അവൻ നിങ്ങളെ വേർപെടുത്തുന്നതിന് മുമ്പ് അവൻ നിങ്ങൾക്ക് സത്യം കാണിച്ചു തരുന്നു. അവൻ നിങ്ങളുടെ ഭാവി സംരക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന അപകടം അവൻ വെളിപ്പെടുത്തുന്നു. ഇതിൽ യാദൃച്ഛികമായ ഒന്നുമില്ല. നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നിങ്ങളെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ മാർഗമാണ് ആത്മീയ വിവേചനം. നമ്പർ 2, സ്നേഹത്തിന് മറയ്ക്കാൻ കഴിയാത്തത് വെളിപ്പെടുത്താൻ ദൈവം സംഘർഷത്തെ അനുവദിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നില്ലെങ്കിൽ
അവർക്ക് അത് എന്നേക്കുമായി മറയ്ക്കാൻ കഴിയില്ല. ആശയക്കുഴപ്പത്തിൽ ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നതിന് പകരം ദൈവം പലപ്പോഴും സംഘർഷത്തെ അനുവദിക്കുന്നു. നിങ്ങളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് യഥാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും മറയ്ക്കാൻ കഴിയാത്തത് വെളിപ്പെടുത്താനാണ്. സംഘർഷം എല്ലായ്പ്പോഴും ശത്രുവിൻ്റെ ആക്രമണമല്ല. ചിലപ്പോൾ ഇത് നടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തുറന്നു കാട്ടാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന വാദങ്ങൾ, എവിടെ നിന്നോ വരുന്ന അനാദരവ്, ചെറിയ കാര്യങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്ന ടെൻഷൻസ്, ഇവയൊന്നും യാദൃച്ഛികതകളല്ല, അവ വെളിപ്പെടുത്തലുകളാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളോട് വിയോജിച്ചേക്കാം. പക്ഷേ വിയോജിപ്പ് ഒരിക്കലും ബന്ധത്തെ നശിപ്പിക്കുന്നില്ല. അത് അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്നില്ല. അത് ശത്രുതയായി മാറുന്നില്ല. എന്നാൽ ഒരാളുടെ സ്നേഹം ഒരിക്കലും യഥാർത്ഥമല്ലാതിരുന്നപ്പോൾ സംഘർഷം അവരുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു കിടക്കുന്ന വാതിലായി മാറുന്നു. ദൈവം ഇത് അനുവദിക്കുന്നു. കാരണം തുറന്നു കാട്ടില്ലെങ്കിൽ അവരുടെ കയ്പ് കരുതലായി, അവരുടെ നിയന്ത്രണം ആശങ്കയായി, അവരുടെ അസൂയ ഉപദേശമായി വേഷം മാറിയ ഒരാളുമായി നിങ്ങൾ ബന്ധം നിലനിർത്തുമെന്ന് അവനറിയാം. ഈ രീതിയുടെ നിരവധി ഉദാഹരണങ്ങൾ ബൈബിൾ നൽകുന്നുണ്ട്. ശൗലിന്റെ ഹൃദയം ദാവീദിനെതിരെ തിരിഞ്ഞപ്പോൾ അത് അക്രമത്തിൽ നിന്നല്ല ആരംഭിച്ചത്. അത് ആരംഭിച്ചത് പ്രകോപനം, അസൂയ, ചെറിയ നീരസ പ്രകടനങ്ങൾ എന്നിവയോടെയാണ്. യോസേഫിന്റെ സഹോദരന്മാർ അവനെ രഹസ്യമായി വെറുത്തപ്പോൾ സംഘർഷം യോസേഫ് സൃഷ്ടിച്ചതല്ല. സത്യം വ്യക്തമാകുന്നതിനായി ദൈവം അത് പുറത്തു വരുവാൻ അനുവദിച്ചു. യേശുവിൻ്റെ കാര്യത്തിൽ ലോകം അവനെ നിരസിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവൻ്റെ വിളിയിൽ അസ്വസ്ഥരായത് അവൻ്റെ സ്വന്തം ആളുകളായിരുന്നു എന്നോർക്കുക. എല്ലാ സാഹചര്യങ്ങളിലും പിരിമുറുക്കം ഹൃദയങ്ങളെ വെളിപ്പെടുത്താൻ ദൈവം അനുവദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്നതും ഇതാണ്. നിങ്ങളുടെ പുരോഗതിയെ ചെറുതാക്കുകയോ നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുകയോ ചെയ്യുന്ന നിമിഷം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അവർ പ്രകോപിതരാകുന്നത് പോലെ ആ പെട്ടെന്നുള്ള സ്വരമാറ്റം, ആ അപ്രതീക്ഷിത വാദം, സംഘർഷം വേദനാജനകമായി തോന്നുന്നു. പക്ഷെ ദൈവം അതിനെ ഒരു ഭൂതക്കണ്ണാടിയായി ഉപയോഗിക്കുന്നു. കാരണം പിരിമുറുക്കമില്ലാതെ അവരുടെ മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾ മറഞ്ഞിരിക്കും. ഏറ്റുമുട്ടലില്ലെങ്കിൽ അവരുടെ നീരസം മറഞ്ഞിരിക്കും. സംഘർഷമാണ് വെളിപ്പെടുത്തുന്നത്. ആരാണ് നിങ്ങളെ സ്നേഹത്താൽ തിരുത്തുന്നതെന്നും ആരാണ് നിങ്ങളെ അവജ്ഞയോടെ ആക്രമിക്കുന്നതെന്നും ഇത് നിങ്ങളെ കാണിക്കുന്നു. ആരാണ് ഐക്യം ആഗ്രഹിക്കുന്നതെന്നും ആരാണ് രഹസ്യമായ ആധിപത്യം ആഗ്രഹിക്കുന്നതെന്നും ഇത് നിങ്ങളെ കാണിക്കുന്നു. ആരാണ് നിങ്ങളുടെ വിളിയെ പിന്തുണയ്ക്കുന്നതെന്നും ആരാണ് അതിനെ ഭയപ്പെടുന്നതെന്നും ഇത് നിങ്ങളെ കാണിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. വ്യക്തതയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ അവൻ സത്യം വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ സംഘർഷം എന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നിങ്ങളുടെ അടുത്ത സീസണിലേക്ക് ഒരിക്കലും നിങ്ങളോടൊപ്പം നടക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്തത് ആരാണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നു. നമ്പർ 3, നിങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ നിങ്ങളിലേക്കുള്ള അവരുടെ പ്രവേശനം ദൈവം തടസ്സപ്പെടുത്തുന്നു. ദൈവം ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾക്കുള്ള സ്വാധീനം പരിമിതപ്പെടുത്താൻ തുടങ്ങുന്ന ഒരു നിമിഷം വരുന്നു. അത് പെട്ടെന്ന് അനുഭവപ്പെടാം. അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായും തോന്നാം. അത് അന്യായമായി തോന്നാം, പ്രത്യേകിച്ച് അത് കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിൽ. എന്നാൽ ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കാത്തപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള അവരുടെ പ്രവേശനം അപകടകരമാണ്. ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതിനാൽ അത് നിങ്ങളുടെ ഉദ്ദേശത്തെ ബാധിക്കുന്നതിന് മുമ്പ് അവൻ ആ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നു. ഈ തടസ്സം ആദ്യം സൂക്ഷ്മമായ രീതികളിൽ സംഭവിക്കാം. സംഭാഷണങ്ങൾ ചെറുതാകുന്നു, വൈകാരിക ബന്ധം മങ്ങുന്നു, അവരുടെ വാക്കുകൾക്ക് ഇനി അതേ ഭാരം വഹിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരിക്കൽ ചെയ്തതുപോലെ അവരിൽ വിശ്വാസം അർപ്പിക്കുന്നത് നിർത്തുന്നു. നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒന്ന് മാറുന്നു. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. പക്ഷേ ദൈവത്തിനറിയാം. നിങ്ങളുടെ ദുർബലത നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവൻ നിങ്ങളെ സൗമ്യമായി പിന്നോട്ട് വലിക്കുകയാണ്. ചിലപ്പോൾ തടസ്സം കൂടുതൽ നാടകീയമാണ്. വാതിലുകൾ അടയുന്നു, പദ്ധതികൾ തകരുന്നു, ദൂരം വളരുന്നു, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത തെറ്റിദ്ധാരണകൾ സംഭവിക്കുന്നു. അതാണ് കൃത്യമായ കാര്യം. നിങ്ങളുടെ ഭാവി തുറന്നുകാട്ടാൻ കഴിയാത്ത അത്ര വിലപ്പെട്ടതായതിനാൽ ദൈവം വേർപിരിയൽ സൃഷ്ടിക്കുന്നു. ബൈബിളിൽ ഈ രീതി വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ദൈവം അബ്രഹാമിനെ തൻ്റെ ബന്ധുക്കളിൽ നിന്ന് വേർപെടുത്തിയത് അവൻ്റെ വിളിയിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ്. യോസേഫ് തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അവരോട് അടുത്തു നിൽക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയെ നശിപ്പിക്കുമായിരുന്നു എന്നതിനാലാണ് അവൻ യോസേഫിനെ സഹോദരന്മാരിൽ നിന്ന് വേർപെടുത്തിയത്. സ്വന്തം കുടുംബത്തിന് തൻ്റെ ദൗത്യം മനസ്സിലാക്കാത്തപ്പോൾ യേശു പോലും വേർപിരിയൽ അനുഭവിച്ചു. ഈ വേർപിരിയലുകൾ ശിക്ഷകളായിരുന്നില്ല, അവ ദൈവിക സംരക്ഷണങ്ങളായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും നിങ്ങളോട് രഹസ്യമായി നീരസം കാണിക്കുകയോ അസൂയപ്പെടുകയോ നിങ്ങളെ ചെറുതാക്കി നിർത്താൻ ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള അനിയന്ത്രിതമായ പ്രവേശനം ഒരു ആത്മീയ ഭീഷണിയായി മാറുന്നു. അവർ നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാം, നിങ്ങളുടെ വിളിയെ നിരുത്സാഹപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ചോർത്തിയേക്കാം. ദൈവം നിങ്ങളിൽ നട്ടുപിടിപ്പിച്ച സ്വപ്നത്തെ തന്നെ കൊല്ലാൻ ലക്ഷ്യമിട്ടുള്ള വാക്കുകൾ പോലും അവർ സംസാരിച്ചേക്കാം. നിങ്ങൾ കാണുന്നതിന് വളരെ മുമ്പ് തന്നെ ദൈവം ഇത് കാണുന്നു. കരുതലുള്ളതായി നടിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഉദ്ദേശം അട്ടിമറിക്കാൻ അവൻ അനുവദിക്കുന്നില്ല. അങ്ങനെ അവൻ അവരുടെ പ്രവേശനം തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾ ആവശ്യപ്പെടാത്തതും എന്നാൽ അത്യന്താപേക്ഷിതമായി ആവശ്യമുള്ളതുമായ ഒരു ദൂരം അവൻ സൃഷ്ടിക്കുന്നു. വൈകാരിക കൃത്രിമത്വത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്ന വിഷാംശത്തിൽ നിന്നും നിങ്ങളുടെ ഭാവിയെ നയിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകളുടെ പിടിയിൽ നിന്നും ദൈവം നിങ്ങളെ ഉയർത്തുന്നു.
നിങ്ങൾക്ക് വേർപിരിയൽ അനുഭവപ്പെട്ടേക്കാം, പക്ഷെ സ്വർഗം അത് ആഘോഷിക്കുന്നു. കാരണം നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കാത്തവരിൽ നിന്നുള്ള ഓരോ ചുവടും ദൈവം നിങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത വിധിയിലേക്കുള്ള അഥവാ ഭാവിയിലേക്കുള്ള ഒരു പടി അടുത്താണ്. നമ്പർ 4, ഒരിക്കൽ അവർ പ്രയോജനപ്പെടുത്തിയ അനുഗ്രഹങ്ങൾ ദൈവം നീക്കം ചെയ്യുന്നു. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കാത്ത ആളുകളെ ദൈവം തുറന്നു കാട്ടുന്ന ഏറ്റവും വ്യക്തമായ മാർഗങ്ങളിലൊന്ന് നിങ്ങളുമായി ബന്ധപ്പെടുന്നതിലൂടെ അവർക്ക് ലഭിച്ചിരുന്ന നേട്ടങ്ങൾ അടച്ചുപൂട്ടുക എന്നതാണ്. വർഷങ്ങളായി ചില കുടുംബാംഗങ്ങൾ അടുത്ത് തുടർന്നിരിക്കാം. അവർ നിങ്ങളെ വിലമതിച്ചുകൊണ്ടല്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതിനെ അവർ വിലമതിച്ചുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ ദയ, നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ പണം, നിങ്ങളുടെ വൈകാരിക ശക്തി, നിങ്ങളുടെ ലഭ്യത, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിങ്ങളുടെ കഴിവ്, മുറിയിൽ സമാധാനം കൊണ്ടുവന്ന നിങ്ങളുടെ സാന്നിധ്യം. അവർ നിങ്ങളെ സ്നേഹിച്ചില്ല, പ്രവേശനവും നേട്ടവുമാണ് അവർ ഇഷ്ടപ്പെട്ടത്. എന്നാൽ ദൈവം നിരീക്ഷിക്കുന്നു. ചൂഷണം എന്നേക്കുമായി തുടരാൻ അവൻ അനുവദിക്കുന്നില്ല. ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നതിനു പകരം നിങ്ങളെ ഉപയോഗിച്ചതായി അവൻ കാണുമ്പോൾ അവർ ഒരിക്കൽ ആസ്വദിച്ച അനുഗ്രഹങ്ങൾ അവൻ എടുത്തു കളയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് നിങ്ങളിലൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവരിലേക്ക് എത്തുന്നത് നിർത്തുന്നു. നിങ്ങൾ പങ്കിടാൻ ഉപയോഗിച്ചിരുന്ന അവസരങ്ങൾ ഇനി അവരെ ഉൾക്കൊള്ളില്ല. നിങ്ങൾ നൽകിയിരുന്ന സഹായം നൽകാൻ അസാധ്യമായി തീരുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തുറന്ന വാതിലുകൾ തുറക്കുന്നത് നിർത്തുന്നു. ഒരിക്കൽ അവർ നിസ്സാരമായി കരുതിയത് അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. ഇത് ശിക്ഷയല്ല, ഇത് ദൈവിക വെളിപ്പെടുത്തലാണ്. കാരണം ഒരാളുടെ സ്നേഹം വ്യാജമാകുമ്പോൾ ആനുകൂല്യങ്ങളുടെ അഭാവം സത്യം വെളിപ്പെടുത്തുന്നു. നിങ്ങളുമായുള്ള അവരുടെ ബന്ധം യഥാർത്ഥമാണെങ്കിൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് സ്നേഹത്തെ മാറ്റില്ല. എന്നാൽ ആനുകൂല്യങ്ങൾ നിലയ്ക്കുകയും അവരുടെ പെരുമാറ്റം മാറുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും എന്താണെന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ബൈബിളിൽ ലോത്ത് അബ്രഹാമിനോട് അടുപ്പം പുലർത്തിയതുകൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിച്ചത്. ദൈവം അവരെ വേർപെടുത്തിയ നിമിഷം ലോത്തിന്റെ യഥാർത്ഥ സ്വഭാവവും വിശ്വസ്തതയുടെ അഭാവവും വെളിപ്പെട്ടു. തൻ്റെ ഹൃദയത്തെയല്ല, തൻ്റെ ശക്തിയെ അന്വേഷിച്ച ഒരാളിൽ നിന്ന് സാംസൺ വഞ്ചന അനുഭവിച്ചു. അപ്പം നൽകുന്നത് നിർത്തി ജനക്കൂട്ടം അകന്നു പോകുന്നത് യേശു പോലും കണ്ടു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അതാണ്. ചില കുടുംബാംഗങ്ങൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കുന്നിടത്തോളം കാലം അവർക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് അവൻ അറിയാം. അതിനാൽ ദൈവം അവർ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന നദിയെ വറ്റിക്കുന്നത് അവരെ ഉപദ്രവിക്കാനല്ല, മറിച്ച് അവരെ വെളിപ്പെടുത്താനാണ്. അവരുടെ പ്രതികരണം അവർ സ്നേഹത്താലാണോ അതോ സൗകര്യത്താലാണോ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. അനുഗ്രഹങ്ങൾ നിലച്ചു കഴിഞ്ഞാൽ, അവർ സ്വയം അകന്നുപോയാൽ അതാണ് നിങ്ങളുടെ ഉത്തരം. അവരുടെ സ്വരം മാറുകയോ മനോഭാവം മാറുകയോ താല്പര്യം മങ്ങുകയോ ചെയ്താൽ അവർ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയല്ലെന്ന് ദൈവം നിങ്ങളെ കാണിക്കുന്നു. ആനുകൂല്യങ്ങൾ നീക്കം ചെയ്യുന്നത് നിങ്ങളെ ഇനി ക്ഷീണിപ്പിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ മാർഗമാണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെയും വ്യക്തതയുടെയും വൈകാരിക രോഗശാന്തിയുടെയും തുടക്കമാണ്. കാരണം നിങ്ങളെ ഉപയോഗിക്കുന്നതിൽ നിന്ന് ദൈവം അവരെ തടയുമ്പോൾ അവൻ നിങ്ങൾക്ക് നൽകിയ മൂല്യത്തിൽ എങ്ങനെ നടക്കണമെന്ന് അവൻ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. നമ്പർ 5, ദൈവം നിങ്ങളെ ഉയർത്തുന്നു. ഉയർച്ച നിങ്ങൾക്കൊരിക്കലും വേണ്ടിയല്ലാത്തവരെ തുറന്നു കാട്ടുന്നു. ദൈവിക ഉയർച്ചയെക്കുറിച്ച് മറ്റെന്തിനേക്കാളും വേഗത്തിൽ ആളുകളുടെ ഹൃദയങ്ങളിൽ സത്യം വെളിപ്പെടുത്തുന്ന എന്തോ ഒന്നുണ്ട്. ദൈവം നിങ്ങളെ ഉയർത്താനോ ശക്തിപ്പെടുത്താനോ സുഖപ്പെടുത്താനോ അനുഗ്രഹിക്കാനോ തുടങ്ങുമ്പോൾ നിങ്ങളെ ഒരിക്കലും രഹസ്യമായി സ്നേഹിക്കാത്ത ആളുകൾക്ക് അവരുടെ യഥാർത്ഥ വികാരങ്ങൾ മറയ്ക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ വളർച്ച അവരുടെ മറഞ്ഞിരിക്കുന്ന നീരസത്തെ തുറന്നുകാട്ടുന്ന വെളിച്ചമായി മാറുന്നു. നിങ്ങളുടെ പുരോഗതി അവരുടെ അസൂയയെ തുറന്നുകാട്ടുന്നു. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അവരുടെ ഉദ്ദേശങ്ങളെ മറച്ചുവെക്കാൻ അസാധ്യമാക്കുന്നു. ഉയർച്ച എന്നത് വിജയത്തെക്കുറിച്ച് മാത്രമല്ല, അത് ആത്മീയ പക്വത, വൈകാരിക രോഗശാന്തി, സാമ്പത്തിക സ്ഥിരത, പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യം, ഉത്തരം ലഭിച്ച പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉള്ളിൽ പുനഃസ്ഥാപിച്ച സമാധാനം എന്നിവയാകാം. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ ആഘോഷിക്കും. എന്നാൽ നിങ്ങളെ രഹസ്യമായി പുച്ഛിച്ചവർ പിന്നോട്ടു പോകും, പിൻവാങ്ങും, വിമർശിക്കും, അല്ലെങ്കിൽ സൂക്ഷ്മമായി ആക്രമിക്കും. നിങ്ങൾ അവരുടെ കീഴിലായിരിക്കുമ്പോഴോ തകർന്നിരിക്കുമ്പോഴോ ആശ്രയിക്കുമ്പോഴോ മാത്രമേ അവർ സുഖകരമായിരുന്നുള്ളൂ. എന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തെഴുന്നേൽക്കുന്ന നിമിഷം മുഖം മൂടി അഴിഞ്ഞു പോകുന്നു. ബൈബിൾ ഈ മാതൃകയിൽ നിറഞ്ഞിരിക്കുന്നു. ജോസഫ് തൻ്റെ സ്വപ്നം പങ്കുവച്ചപ്പോൾ സഹോദരന്മാരുടെ അസൂയ പൊട്ടിപ്പുറപ്പെട്ടു. അവൻ വെറുമൊരു ഇടയ ബാലനായിരുന്നപ്പോൾ അവർ അത് കാര്യമാക്കിയില്ല. എന്നാൽ ദൈവം അവൻ്റെ ഉള്ളിലെ മഹത്വം വെളിപ്പെടുത്തിയ നിമിഷം അവരുടെ യഥാർത്ഥ ഹൃദയങ്ങൾ പുറത്തു വന്നു. ശമൂവേൽ അവനെ അഭിഷേകം ചെയ്യുന്നതുവരെ ദാവീദിൻ്റെ സഹോദരന്മാർ അവനെ അവഗണിച്ചു. പെട്ടെന്ന് അവൻ്റെ ഉയർച്ച അവരുടെ അവജ്ഞയെ തുറന്നുകാട്ടി. യേശുവിൻ്റെ സ്വന്തം ബന്ധുക്കൾ പോലും അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം വരെ അവനെ സംശയിക്കുകയും നിരസിക്കുകയും ചെയ്തു. സാമീപ്യം എന്തൊക്കെ മറച്ചുവെക്കുമെന്ന് ഉയർച്ച വെളിപ്പെടുത്തുന്നു. ദൈവം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മനഃപൂർവ്വം അനുവദിക്കുന്നു. അവൻ നിങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ അറിയാം. നിങ്ങൾ ചെറുതായി തുടരുന്നിടത്തോളം ചില കുടുംബാംഗങ്ങൾ സുഖമായിരുന്നു. ചിലർ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ പതിപ്പിനെ സ്നേഹിച്ചു. നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായിരിക്കുന്നിടത്തോളം കാലം ചിലർ നിങ്ങളെ പിന്തുണച്ചു. എന്നാൽ ദൈവം നിങ്ങളെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് മാറ്റാൻ തുടങ്ങുമ്പോൾ നിങ്ങളോടൊപ്പം സന്തോഷിക്കാൻ അവരുടെ കഴിവില്ലായ്മ അവൻ തുറന്നുകാട്ടുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക.
നിങ്ങൾ നിങ്ങളുടെ വിളിയിൽ കാലുകുത്തുമ്പോൾ ആരാണത് അകന്നു പോകുന്നത് എന്ന് കാണുക. നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ ആരാണ് നിശബ്ദനാകുന്നതെന്ന് കാണുക. ആരാണ് നിങ്ങളുടെ പുരോഗതിയെ സൂക്ഷ്മമായി പരിഹസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ചോദ്യം ചെയ്യുന്നത് എന്നും കാണുക. ഉയർച്ച എല്ലാം വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇതാണ് സത്യം. ദൈവം നിങ്ങളെ ഉയർത്തുന്നത് അവരെ വ്രണപ്പെടുത്താനല്ല, അവൻ്റെ പദ്ധതി നിറവേറ്റാൻ വേണ്ടിയാണ് അവൻ നിങ്ങളെ ഉയർത്തുന്നത്. അവരുടെ പ്രതികരണം അവർ ഒരിക്കലും നിങ്ങളോടൊപ്പം അടുത്ത തലത്തിലേക്ക് നടക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നതിൻ്റെ സ്ഥിരീകരണം മാത്രമാണ്. ആരാണ് നിങ്ങളെ പിന്തുണച്ചതെന്നും ആരാണ് നിങ്ങളെ എതിർത്തതെന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന തരത്തിൽ അവൻ നിങ്ങളെ ഉയർത്തുന്നു. അവർക്ക് പിന്തുടരാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുവെന്ന് ദൈവം പറയുന്ന രീതിയാണ് ഉയർച്ച. വേദനാജനകമാണെങ്കിലും ഈ വെളിപ്പെടുത്തൽ ആവശ്യമാണ്. കാരണം ദൈവം നിങ്ങളെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ വൃത്തം ചെറുതാകുന്നു. നിങ്ങളുടെ ഉയർച്ചയെ രഹസ്യമായി വെറുക്കുന്ന ആളുകളുടെ സാന്നിധ്യം നിങ്ങളുടെ ഭാവിക്ക് താങ്ങാനാവില്ല. നിങ്ങളുടെ അനുഗ്രഹം അവർക്ക് മറച്ചുവെക്കാൻ കഴിയാത്തത് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം അവരെ നീക്കം ചെയ്യുന്നു. നമ്പർ 6, തലമുറകളുടെ ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ സുഖപ്പെടുത്താൻ ദൈവം അകലം സൃഷ്ടിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വേർപിരിയലിന് ശിക്ഷ, കോപം അല്ലെങ്കിൽ തിരസ്കരണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സമയങ്ങളുണ്ട്. തലമുറകളായി നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന പാറ്റേണുകൾ തകർക്കുന്നതുമായി ഇതിന് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ചില കുടുംബങ്ങളിൽ അസൂയ, കൃത്രിമത്വം, നിശബ്ദ നീരസം, നിയന്ത്രണം, പക്ഷപാതം, താരതമ്യം അല്ലെങ്കിൽ വൈകാരിക അവഗണന എന്നിവയുടെ ചക്രങ്ങളുണ്ട്. നിങ്ങൾ അവരുടെ ചുറ്റും വളർന്നതിനാൽ ഈ പാറ്റേണുകൾ സാധാരണമാണെന്ന് തോന്നുന്നു. പക്ഷെ അവ ദൈവത്തിൻ്റെ രൂപകൽപ്പനയല്ല. ദൈവം നിങ്ങളെ സുഖപ്പെടുത്താനും നിങ്ങളുടെ ഭാവിയെ രൂപാന്തരപ്പെടുത്താനും തയ്യാറാകുമ്പോൾ നിങ്ങൾക്കും ആ ചക്രങ്ങൾ തുടരുന്ന ആളുകൾക്കും ഇടയിൽ അകലം സൃഷ്ടിച്ചുകൊണ്ട് അവൻ പലപ്പോഴും ആരംഭിക്കുന്നു. ദൈവിക അകലം ഉപേക്ഷിക്കലല്ല, അത് ശസ്ത്രക്രിയയാണ്. നിങ്ങളുടെ മുറിവുകളെ രൂപപ്പെടുത്തിയത് പരിസ്ഥിതിയിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതിനാണ്. അങ്ങനെ അവന് നിങ്ങളുടെ രോഗശാന്തിയെ രൂപപ്പെടുത്താൻ കഴിയും. ചിലപ്പോൾ ഈ ദൂരം ശാരീരിക വേർപിരിയൽ പോലെ കാണപ്പെടുന്നു. ചിലപ്പോൾ അത് വൈകാരികമായ അകൽച്ച പോലെ തോന്നും. ചിലപ്പോൾ കുറച്ച് സംഭാഷണങ്ങൾ, കുറച്ച് സന്ദർശനങ്ങൾ, കുറച്ച് പങ്കിട്ട തീരുമാനങ്ങൾ എന്നിവ പോലെ തോന്നും. ആദ്യം അത് വിചിത്രമായി തോന്നും. പക്ഷെ അത് വിഷലിപ്തമാണെങ്കിൽ പോലും പരിചിതമായി തോന്നിയതിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുക്കുന്നതിനാലാണ്. തിരുവെഴുത്തുകളിൽ തലമുറകളുടെ മാതൃകകൾ തകർക്കാൻ ദൈവം എപ്പോഴും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വേർപെടുത്തിയിട്ടുണ്ട്. ജനതകളുടെ പിതാവാകാൻ അബ്രഹാമിന് ബന്ധുക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ ഭാവി നിറവേറ്റുന്നതിനായി അസൂയയാൽ ബന്ധിതമായ ഒരു കുടുംബത്തിൽ നിന്ന് ജോസഫിനെ പുറത്താക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായി പഠിക്കാൻ മോശയെ കുടുംബത്തിന് പുറത്ത് വളർത്തേണ്ടി വന്നു. ഒരു രാജാവിൻ്റെ ഹൃദയം വികസിപ്പിക്കാൻ ദാവീദിനെ പോലും സഹോദരന്മാരിൽ നിന്ന് ഒറ്റപ്പെടുത്തി. വേർപിരിയൽ ഒരിക്കലും യാദൃശികമായിരുന്നില്ല, അത് തന്ത്രപരമായിരുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത് തന്നെ ചെയ്യുന്നു. അവൻ സൃഷ്ടിക്കുന്ന ദൂരം നിരന്തരമായ വിമർശനങ്ങളില്ലാതെ നിങ്ങൾക്ക് വളരാൻ ഇടം നൽകാനാണ്. കുടുംബ ആശങ്കയുടെ വേഷം മാറിയ കൃത്രിമത്വത്തിൽ നിന്ന് ഇത് നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളെ ചെറുതാക്കാൻ ഉദ്ദേശിച്ചുള്ള വാക്കുകളിൽ നിന്ന് ഇത് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു. ആദ്യം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ലാത്ത വൈകാരിക ഭാരങ്ങൾ ചുമക്കുന്നതിൽ നിന്ന് ഇത് നിങ്ങളെ മോചിപ്പിക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ദൈവിക അകലം പലപ്പോഴും ഒരു നഷ്ടം പോലെ തോന്നുന്നു എന്നതാണ്. പഴയ ഓർമ്മകളിലേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ പഴയതുപോലെ ആകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ആരെയും നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങളെ തളർത്തുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം നിങ്ങളെ പരിചിതമായതിൽ നിന്ന് സൗമ്യമായി അകറ്റി അവൻ ഒരുക്കിയ ഭാവിക്ക് ഇടം നൽകുന്നു. ഈ ദൂരം സംരക്ഷണമാണ്, അത് വ്യക്തതയാണ്, അത് രോഗശാന്തിയാണ്. ഏറ്റവും പ്രധാനമായി അത് സ്വാതന്ത്ര്യമാണ്. കാരണം ദൈവം നിങ്ങളെ വേർപെടുത്തിയില്ലെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങൾക്ക് അവകാശപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു ചക്രത്തിനുള്ളിൽ നിങ്ങൾ തുടർന്നും ജീവിക്കുമായിരുന്നു. തലമുറകളുടെ ബന്ധനം നിങ്ങളിൽ അവസാനിക്കുന്നു. ചക്രം നിങ്ങളിൽ നിന്ന് തകരുന്നു. ദൈവം ഇപ്പോൾ സൃഷ്ടിക്കുന്ന ദൂരത്തിൽ നിന്നാണ് രോഗശാന്തി ആരംഭിക്കുന്നത്. ദൈവം നിങ്ങളിൽ നിന്ന് കുടുംബത്തെ അകറ്റുന്നില്ല. വളരെ കാലമായി കുടുംബം എന്ന വേഷം മാറി നടന്ന വേദനയിൽ നിന്ന് ദൈവം നിങ്ങളെ അകറ്റുന്നു. നമ്പർ 7, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്ന ആത്മീയ കുടുംബത്തെ ദൈവം അവർക്ക് പകരം വയ്ക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യുമ്പോൾ പവിത്രമായ എന്തെങ്കിലും കീറിക്കളഞ്ഞതായി തോന്നാം. എന്നാൽ ദൈവം ഒരിക്കലും കൂട്ടിച്ചേർക്കാതെ കുറയ്ക്കുന്നില്ല. പുനഃസ്ഥാപിക്കാതെ അവൻ ഒരിക്കലും നീക്കം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ആവശ്യമുള്ള ഒരു സമയത്ത് അവൻ നിങ്ങളെ ഒറ്റയ്ക്ക് നിർത്തുന്നില്ല. രഹസ്യമായി നിങ്ങളെ സ്നേഹിക്കാത്തവർ നീക്കം ചെയ്യപ്പെടുമ്പോൾ ദൈവം ഒരു പുതിയ തരം കുടുംബത്തെ കൊണ്ടുവരാൻ തുടങ്ങുന്നു. ക്രിസ്തുവിന് സമാനമായ ആത്മാർത്ഥതയോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, അസൂയയില്ലാതെ നിങ്ങളുടെ മൂല്യം കാണുന്ന ആളുകൾ, ഭീഷണിക്ക് പകരം നിങ്ങളുടെ വിളിയെ ബഹുമാനിക്കുന്ന ആളുകൾ. ആത്മീയ കുടുംബത്തെ രക്തത്താൽ നിർവചിക്കുന്നില്ല. അത് വിന്യാസം, സ്നേഹം, ഉദ്ദേശം, പങ്കിട്ട വിശ്വാസം എന്നിവയാൽ നിർവചിക്കപ്പെടുന്നു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു ഇത് വ്യക്തമായി പഠിപ്പിച്ചു. അത് തൻ്റെ ഭൗമിക കുടുംബത്തെ നിരാകരിച്ചതല്ല, അത് വെളിപ്പെടുത്തലായിരുന്നു. ദൈവം DNA-യിലൂടെയല്ല, വിശ്വാസത്തിലൂടെയാണ് കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നതെന്ന് അവൻ നമുക്ക് കാണിച്ചു തരികയായിരുന്നു.
നിങ്ങളുടെ ജൈവിക കുടുംബം പിന്തുണയ്ക്കു പകരം വേദനയുടെ ഉറവിടമായി മാറിയപ്പോൾ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള ആളുകളാൽ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ആത്മീയ കുടുംബത്തിന് സൗഹൃദങ്ങൾ, ഉപദേഷ്ടാക്കൾ, സഭാ സമൂഹങ്ങൾ, അപ്രതീക്ഷിത ബന്ധങ്ങൾ, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പാതയിൽ സ്ഥാപിക്കുന്ന ആളുകൾ എന്നിവയിലൂടെയും വരാം. അവർ നിങ്ങളോടൊപ്പം വളർന്നവരെക്കാൾ കൂടുതൽ സ്നേഹത്തോടെ നിങ്ങളോട് പെരുമാറുന്നു. ആരും ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളോട് മത്സരിക്കാതെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ വിജയങ്ങൾ കൈപ്പില്ലാതെ ആഘോഷിക്കുന്ന, അപമാനത്തെക്കാൾ സൗമ്യതയോടെ നിങ്ങളെ തിരുത്തുന്ന വ്യക്തികളാണ് ഇവർ. നിങ്ങളെ വളരാനും സുഖപ്പെടുത്താനും നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും ദൈവം നിങ്ങളായിരിക്കാൻ ഉദ്ദേശിച്ച ആളാകാനും സഹായിക്കുന്ന ആളുകളാണ് ഇവർ. ഈ പകരക്കാരൻ ആകസ്മികമല്ല, അത് തന്ത്രപരമാണ്. നിങ്ങളുടെ വിളിയിൽ മാത്രം നടക്കുന്നത് സുസ്ഥിരമല്ലെന്ന് ദൈവത്തിനറിയാം. നിങ്ങൾക്ക് പിന്തുണ ആവശ്യമാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തം ആവശ്യമാണ്. അസൂയ, കൃത്രിമത്വം അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ എന്നിവയാൽ മാറാത്ത സ്നേഹം നിങ്ങൾക്ക് ആവശ്യമാണ്. ക്രിസ്തുവിന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സമൂഹം നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനാൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്നവരെ ദൈവം നീക്കം ചെയ്യുകയും നിങ്ങളെ ഉയർത്തുന്നവരെ പകരം വെക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആത്മീയ കുടുംബത്തെ കൊണ്ടുവരുമ്പോൾ അവൻ മറ്റുള്ളവരെ നീക്കം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തെ പിടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവരും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭാവിയിലേക്ക് നടക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത തലത്തിൽ എല്ലാവർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ കൂടുതൽ യഥാർത്ഥവും നിർമ്മലവുമായ ക്രിസ്തുതുല്യവുമായ ബന്ധങ്ങൾ അനുഭവിക്കും തോറും വേർപിരിയൽ നഷ്ടമല്ല, സംരക്ഷണമാണെന്ന് നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്നു. ദൈവം ആളുകളെ നീക്കം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ നിങ്ങളുടെ പിന്തുണാ സംവിധാനത്തെ അടിത്തറയിൽ നിന്ന് പുനർനിർമ്മിക്കുകയാണ്. നിങ്ങളോടൊപ്പം നിൽക്കാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് വേണ്ടി പോരാടാനും മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളില്ലാതെ നിങ്ങളുടെ അരികിൽ നടക്കാനും കഴിയുന്ന ഒരു കുടുംബത്തെ അവൻ നിങ്ങൾക്ക് നൽകുന്നു. ദൈവം നിങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്ന കുടുംബമാണിത്. ആത്മാർത്ഥതയോടെ സ്നേഹിക്കുകയും സന്തോഷത്തോടെ ത്യാഗങ്ങൾ ചെയ്യുകയും നിങ്ങളോട് തൻ്റെ ഹൃദയം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന തരം സ്നേഹമാണ് അത്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ പുനഃക്രമീകരിക്കുന്ന ഒരു നിമിഷം വരുന്നു. അത് പലപ്പോഴും വേദനാജനകമോ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ അന്യായമോ ആയി തോന്നുമെങ്കിലും അതൊരിക്കലും ലക്ഷ്യമില്ലാത്തതല്ല. ആളുകൾ മറച്ചുവെക്കുന്ന ചിന്തകളെയും അവർ മറച്ചുവെക്കുന്ന ഉദ്ദേശങ്ങളെയും അവർ നിശബ്ദമായി വരുത്തുന്ന മുറിവുകളെയും ദൈവം കാണുന്നു. മാന്യമായ പുഞ്ചിരികൾക്ക് പിന്നിൽ വളരുന്ന അസൂയ അവൻ കാണുന്നു. സൗമ്യമായ വാക്കുകളിൽ പൊതിഞ്ഞ കൃത്രിമത്വം അവൻ കാണുന്നു. മറഞ്ഞിരിക്കുന്ന നീരസത്തെ അവൻ ആശങ്കയായി കാണുന്നു. മറഞ്ഞിരിക്കുന്ന ദോഷം നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്താൻ അനുവദിക്കാത്ത അത്ര ആഴത്തിൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ അവൻ ഇടപെടുന്നു. നിങ്ങൾ അനുഭവിച്ച വേർപിരിയൽ നിരസിക്കലല്ല, അത് രക്ഷയായിരുന്നു. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടില്ല, നിങ്ങളെ സംരക്ഷിച്ചു. ചില കുടുംബാംഗങ്ങളെ അവരുടെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ അവൻ നൽകിയ വിളിയെ ശ്വാസം മുട്ടിക്കുമെന്നതിനാൽ ദൈവം അവരെ അടുത്തു നിൽക്കാൻ അനുവദിച്ചില്ല. അവരുടെ വാക്കുകൾ തങ്ങളുടെ ആത്മവിശ്വാസത്തെ വിഷലിപ്തമാക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അവരുടെ മനോഭാവങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ ചോർത്തുമെന്ന് അവൻ അറിയാമായിരുന്നു. അവരുടെ സ്വാധീനം നിങ്ങളുടെ ഭാവിയെ വളച്ചൊടിക്കാൻ കഴിയുമെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിനു മുമ്പ് അവൻ നിങ്ങളെ പുറത്തെടുത്തു. ദൈവം നീക്കം ചെയ്യുന്നത് നിങ്ങളുടെ നന്മയ്ക്കായി അവൻ നീക്കം ചെയ്യുന്നു. ദൈവം തുറന്നുകാട്ടുന്നത് നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ അവൻ തുറന്നുകാട്ടുന്നു. ദൈവം തടസ്സപ്പെടുത്തുന്നത് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ അവൻ തടസ്സപ്പെടുത്തുന്നു. ദൈവം മാറ്റിസ്ഥാപിക്കുന്നത് മെച്ചപ്പെട്ടതും ആരോഗ്യകരവും നിങ്ങളോടുള്ള സ്നേഹവുമായി കൂടുതൽ ഇണങ്ങിയതുമായ ഒന്ന് ഉപയോഗിച്ച് അവൻ മാറ്റിസ്ഥാപിക്കുന്നു. ദൂരം ആവശ്യമായിരുന്നു, സംഘർഷം വെളിപ്പെടുത്തുന്നതായിരുന്നു, നിശബ്ദത സംരക്ഷണാത്മകമായിരുന്നു, ഉയർച്ച മനഃപൂർവ്വമായിരുന്നു. അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പുതിയ ബന്ധങ്ങൾ ദൈവം പുനഃക്രമീകരിക്കുന്നതെല്ലാം പുനഃസ്ഥാപിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നെടുത്ത ആളുകളെക്കുറിച്ച് നിങ്ങൾ കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവരല്ല. ഉപരിപ്ലവമായ സമാധാനം നിലനിർത്താൻ നിങ്ങൾ ചുരുങ്ങേണ്ടവരല്ല. വിശ്വസ്തതയുടെ വേഷം ധരിച്ച് തലമുറകളുടെ വേദന വഹിക്കേണ്ടവരല്ല നിങ്ങൾ. സ്വാതന്ത്ര്യത്തിലും വ്യക്തതയിലും ലക്ഷ്യബോധത്തിലും നടക്കേണ്ടവരുമാണ് നിങ്ങൾ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിന് നൽകാൻ കഴിയാത്തതിൽ നിന്ന് അവൻ നിങ്ങളെ സുഖപ്പെടുത്തുന്നു. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ സ്നേഹിക്കപ്പെടാത്തവരായതുകൊണ്ടല്ല ദൈവം അവരെ നീക്കം ചെയ്തത്. അവരുടെ സാന്നിധ്യം സ്നേഹത്തെയും സമാധാനത്തെയും അവൻ നിങ്ങൾക്കായി ഒരുക്കിയ ഭാവിയെയും തടയുന്നതിനാൽ അവൻ അവരെ നീക്കം ചെയ്തു. വേർപിരിയൽ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, അത് നിങ്ങളുടെ രോഗശാന്തിയുടെ തുടക്കമായിരുന്നു. ദൈവം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കുന്നത് അവൻ്റെ സംരക്ഷണം ഒരിക്കലും ഒരു നഷ്ടമായിരുന്നില്ല, മറിച്ച് ഒരു മറഞ്ഞിരിക്കുന്ന അനുഗ്രഹം മാത്രമാണെന്ന് തെളിയിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യുമല്ലോ.